പിടിച്ച് വൈഷ്ണ സുരേഷിന് മിന്നും വിജയം. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ CPM പഠിച്ച പണി 18 നോക്കിയിട്ടും അതൊന്നും ഏറ്റില്ല എന്ന് തന്നെയാണ് ഈ ഫലം നമ്മളോട് പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കാണിച്ച് CPM കളിച്ച നാറിയ കളിക്ക് ഉത്തരവുമായി വന്നത് കോടതിയായിരുന്നു. അതോടെ വൈഷ്ണ സെലിബ്രിറ്റി ആവുകയായിരുന്നു. ഈ പറയുന്ന ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ, അവർക്കറിയാം ആരെ വിജയിപ്പിക്കണമെന്ന്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ ജനം തന്ന പിന്തുണയാണിതെന്നും വിജയമറിഞ്ഞ ശേഷം വൈഷ്ണ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാവാൻ പുറപ്പെട്ടതിന് ശേഷം വൈഷ്ണ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല. CPM പേടിച്ച് വൈഷ്ണയെ പിന്മാറ്റാൻ 18-ൽ കൂടുതൽ അടവുകളും പയറ്റി നോക്കി എന്ന് തന്നെ പറയാം. എന്നാൽ ആ പെൺപുലി ഒന്നിലും തളരാതെ കുതിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. അതിന്റെ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ അറിഞ്ഞത്. ജനങ്ങൾ വൈഷ്ണയുടെ കൂടെ തന്നെയുണ്ട്. എന്തായാലും 14 ജില്ലകളിലായി 244 കേന്ദ്രങ്ങളിലാണ് 1129 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് എണ്ണുന്നത്. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയാണ് വോട്ട് എണ്ണൽ തുടങ്ങിയത്. പോളിംഗ് ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 73.68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2020-ൽ ഇത് 75.95% സംസ്ഥാനത്ത് ആകെ 2,10,79,021 പേർ വോട്ട് രേഖപ്പെടുത്തി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ 9-ന് 70.9% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഡിസംബർ 11-ന് നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 76.8% പോളിംഗും രേഖപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലായിരുന്നു ഡിസംബർ 9-ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് രണ്ടാം ഘട്ട പോളിംഗ് നടന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാട് ജില്ലയിലാണ്. ഇവിടെ 78.29% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇവിടെ ആകെ 6,47,378 പേരിൽ 5,06,823 പേർ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ 66.78% വോട്ടാണ് രേഖപ്പെടുത്തിയത്.